Hi friends, welcome back to EduHelp classes Standard 4 Unit 3 The Language of Birds. Hi friends, which bird do you like the most? Oh, parrots. That is very good. And why do you like parrots? Oh, they can speak and sing, isn't it? Okay. So, do you like stories about birds? പക്ഷികളെക്കുറിച്ചുള്ള കഥ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ടുഡേ വി ക്യാൻ റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ഹു ലവ് ബേർഡ്സ്. പക്ഷികളെ സ്നേഹിച്ച ഒരു ബാലൻ്റെ കുട്ടിയുടെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ്സ് എ ഫേമസ് റഷ്യൻ ഫോക്ക് ടെയിൽ. പ്രസിദ്ധമായ ഒരു റഷ്യൻ നാടോടി കഥയാണിത്. ദ നെയിം ഓഫ് ദ സ്റ്റോറി ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഭാഷ. ആൻഡ് ഇൻ ദിസ് സ്റ്റോറി we speak about the friendship of a boy and a nightingale. ഒരു കുട്ടിയും രാപ്പാടി അല്ലെങ്കിൽ നൈറ്റിംഗേൽ എന്ന് പറയുന്ന പക്ഷിയും തമ്മിലുള്ള ചങ്ങാത്തത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രസിദ്ധമായ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന റഷ്യൻ ഫോക്ക് ടെയിൽ നമുക്കൊന്ന് പഠിക്കാം, വായിക്കാം. Okay. A soothing song. In Russia, there lived a rich merchant. He had a servant, a bright and brave boy called Ivan. The merchant was a cruel man. He made Ivan toil from dawn to dusk. Ivan had no time to rest. എ സൂത്തിങ് സോങ്. സൂത്തിങ് സോങ് എന്ന് പറഞ്ഞാൽ ആശ്വാസഗീതം. ഇൻ റഷ്യ ദ ലീവ് എ റിച്ച് മർച്ചൻറ്റ്. റഷ്യയിൽ ധനികനായ അല്ലെങ്കിൽ നല്ല പണക്കാരനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, കച്ചവടക്കാരനുണ്ടായിരുന്നു. ഹി ഹാഡ് എ സെർവൻറ്റ്, എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഇവൻ. അദ്ദേഹത്തിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, വേലക്കാരനുണ്ടായിരുന്നു, അതിബുദ്ധിമാനും ധീരനുമായ ഒരു ഐവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. ഈ ധനികനായ വ്യാപാരി വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഹി മെയ്ഡ് ഇവാൻ ടോയിൽ ഫ്രം ഡോൺ ടു ഡസ്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെ കൊണ്ട് കഠിനമായ ജോലികൾ ഈ വ്യാപാരി ചെയ്യിപ്പിക്കുമായിരുന്നു. ഇവാൻ ഹാഡ് നോട്ട് ടൈം ടു റെസ്റ്റ്. ഇവാന് വിശ്രമത്തിനായിട്ട് യാതൊരു സമയവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. Tired after heavy work, Ivan would lie on his bed. Then a nightingale would start singing sweet songs to him. Every night, the nightingale used to sing for him. He could never see the nightingale as it was dark outside, but its song soothed him to sleep. What a lovely song! How beautifully it sings! But what is the meaning of its song? I wish I could understand the language of birds, Ivan would think. Tired after heavy work, Ivan would lie on his bed. ക്ഷീണിച്ച് അവശനായി ജോലിക്ക് ശേഷം അവൻ വിശ്രമിക്കാനായിട്ട് അവൻ്റെ കിടക്കയിൽ കിടക്കുമായിരുന്നു. Then a nightingale would start singing sweet songs to him. അപ്പോൾ ഒരു രാപ്പാടി അവന് വേണ്ടി മധുരമായി ഗാനങ്ങൾ പാടുമായിരുന്നു. ഹി കുഡ് നെവർ സീ ദ നൈറ്റിംഗേൽ ആസ് ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്ത് നല്ല രാത്രിയിൽ ഇരുട്ടായിരുന്നത് കൊണ്ട് അവന് പാട്ട് കേൾക്കാമെന്നല്ലാതെ ഒന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. ആ പക്ഷിയെയും കാണാൻ കഴിയില്ലായിരുന്നു. ബട്ട് ഇറ്റ് സോങ് സൂത്ത് ഹിം ടു സ്ലീപ്പ്. എന്നാൽ ഇതിൻ്റെ പാട്ട് അവന് ഉറക്കത്തിലേക്ക് വീഴ്ത്തുമായിരുന്നു. ആ പാട്ട് കേട്ട് അവനറിയാതെ ഉറങ്ങിപ്പോകുമായിരുന്നു. വാട്ട് എ ലവ്ലി സോങ്. എന്തു മധുരമായ പാട്ടാണത്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. എത്ര മനോഹരമായിട്ടാണ് ആ പക്ഷി പാട്ട് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. പക്ഷേ ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഇവൻ വുഡ് തിങ്ക്. അവനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഈ പക്ഷികളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുമായിരുന്നെങ്കിൽ, ഈ പക്ഷി പാടുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഈ പക്ഷി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇവാന്
ഈ പക്ഷിയുടെ ഭാഷ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുകയാണ്. നോക്കിയേ, വൈ ഡിഡ് ഇവാൻ വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്? എന്തുകൊണ്ടാണ് ഇവാന് പക്ഷികളുടെ ഭാഷ പഠിക്കണമെന്ന് മനസ്സിൽ തോന്നിയത്? ഓഫ് കോഴ്സ്, ഈ പക്ഷികളുടെ ഭാഷ മനസ്സിലായാൽ പക്ഷികൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? പാടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവാന് പക്ഷികളുടെ ഭാഷ പഠിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഹാവ് യു എവർ ലിസൺ ടു ദ സോങ് ഓഫ് എ നൈറ്റിംഗെയിൽ? നൈറ്റിംഗെയിലിനെ കണ്ടിട്ടുണ്ടോ കുട്ടികൾ? രാപ്പാടി എന്ന് പറയും. കണ്ടിട്ടുണ്ടോ രാപ്പാടിയെ? ആ രാപ്പാടിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കും, അല്ലേ? ഓക്കെ. ലിറ്റിൽ ബേർഡീസ്. One day, the merchant sent Ivan to the forest to fetch firewood. Soon the winds rose, the sky became clouded, the lightning flashed, the thunder roared loudly, and the rain fell heavily. Ivan soon ran to the shelter of a large tree. He saw a big nest on one of its branches. 4 small birds were there in the nest, and there was no one to protect them from the wind and rain. Ivan felt pity to them. He climbed the tree and covered the little ones with his clothes. When the thunderstorm was over, the mother bird came back. നോക്കിക്കേ, ലിറ്റിൽ ബേർഡീസ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഹിയർ? Ivan is sitting on the branch of a tree, and there is a nest on the tree, and 4 little birdies are there in the nest. And what is Ivan doing? He is protecting the little birdies from rain, lightning, and thundering. How Ivan protect the little birds? Covering with his own shirt or overcoat. Okay, so Ivan is doing a good thing here. Let us go to the story. One day, the merchant sent Ivan to the forest to fetch firewood. ഒരു ദിവസം വ്യാപാരി ഇവാനെ വിറക് ശേഖരിച്ചു കൊണ്ടുവരുന്നതിനായി വനത്തിലേക്ക് അയച്ചു. Soon the winds rose, the sky became clouded, the lightning flashed, the thunder roared loudly, and the rain fell heavily. എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കാറ്റ് വീശി, ആകാശം മേഘാവൃതമായി, ഇടിമിന്നലുണ്ടായി, ഇടിമുഴക്കങ്ങളുണ്ടായി, ശക്തമായി മഴ പെയ്യാനും തുടങ്ങി. ഇവാൻ സൂൺ റാൻ ടു ദ ഷെൽട്ടർ ഓഫ് എ ലാർജ് ട്രീ. ഇവാന് പെട്ടെന്ന് എന്തു ചെയ്തു? ഒരു വലിയ മരച്ചുവട്ടിൽ ഓടി അഭയം പ്രാപിച്ചു. ഹി സോ എ ബിഗ് നെസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അതിൻ്റെ ഒരു ശാഖയിൽ ഒരു വലിയ പക്ഷിക്കൂട് ഇവാൻ കണ്ടു. 4 small birds were there in the nest, and there was no one to protect them from the wind and rain. പക്ഷിക്കൂട്ടിൽ 4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും അവയെ രക്ഷിക്കുവാൻ ആരും ഇല്ലായിരുന്നു, ആരും സഹായത്തിന് ഇല്ലായിരുന്നു. ഇവാൻ felt pity to them. ഇവാന് അവയോട് ദയ തോന്നി, കരുണ തോന്നി. He climbed the tree and covered the little ones with his clothes. അവൻ ആ മരത്തിൽ കയറി അവൻ്റെ വസ്ത്രം കൊണ്ട് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ മൂടി, നനയാതിരിക്കാനും പേടിക്കാതിരിക്കാനും. When the thunderstorm was over, the mother bird came back. ഇടിയും മിന്നലും മഴയും കൊടുങ്കാറ്റുമെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ തള്ളപ്പക്ഷി തിരിച്ചെത്തി. What would the mother bird do? മദർ ബേർഡ് എന്തായിരിക്കും ചെയ്യുക? Would he say thank to the Ivan? ഒരുപക്ഷെ ഇവാനോട് നന്ദി പറയുമായിരിക്കും, അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ദ ടീച്ചിങ് ബേർഡ്. പഠിപ്പിക്കുന്ന പക്ഷി. താങ്ക് യു ഇവാൻ. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ, ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. ഇവാൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്. Will you teach me your language, the language of birds? Stay with me for some days, and you shall know it as we do. Ivan remained in the forest for a few days. He learned the language of birds from the mother bird. Ivan returned home happily.
Look at the picture. What do you see here? We can see Ivan on the branch of a tree and the nightingale on another tree. And what are they doing? They may be speaking. അല്ലേ? പരസ്പരം സംസാരിക്കുകയായിരിക്കും. എന്തായിരിക്കും സംസാരിക്കുന്നത്? താങ്ക് യു ഇവാൻ. ദ നൈറ്റിംഗേൽ തൻ്റെ കുഞ്ഞുങ്ങളെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഇടിയിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചതിന് ഇവാനോട് നന്ദി പറയാണ്. താങ്ക് യു ഇവാൻ. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ. മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഇടിയിൽ നിന്നും എല്ലാം എൻ്റെ മക്കളെ നീ രക്ഷിച്ചു. ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എന്നോട് പറയുക, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ഇവാൻ വാസ് സർപ്രൈസ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. പക്ഷെ ഇവാന് സംസാരിക്കുന്ന ഒരു പക്ഷിയെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇവാൻ ആൻസേർഡ്. ഇവാൻ പറഞ്ഞു, യു നോ അവർ ലാംഗ്വേജ്. നിങ്ങൾക്ക് മനുഷ്യരുടെ ഭാഷ അറിയാം. വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പകരം നിങ്ങളുടെ ഭാഷ, പക്ഷികളുടെ ഭാഷ എന്നെ നീ പഠിപ്പിക്കുമോ? സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൽ നോ ഇറ്റ് ആസ് വി ഡു. മനുഷ്യരുടെ ഭാഷ ഞങ്ങൾ പഠിച്ചതുപോലെ പക്ഷികളുടെ ഭാഷ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. പകരം എന്ത് ചെയ്യണം? കുറച്ച് ദിവസം എൻ്റെ കൂടെ താമസിക്കണം. ഇവാൻ റിമെയിൻ ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾ ഇവാന് ഈ പക്ഷിയുടെ കൂടെ കാട്ടിൽ താമസിച്ചു. ഹി ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അമ്മ പക്ഷിയിൽ നിന്നും പക്ഷികളുടെ ഭാഷ ഇവാൻ പഠിച്ചു. ഇവാൻ റിട്ടേൺ ഹോം ഹാപ്പിലി. അതിനുശേഷം അവൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരികെ പോയി. ഡു യു സ്പീക്ക് വിത്ത് യുവർ പെറ്റ്സ്? നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടാവും അല്ലേ? വളർത്തുന്ന പക്ഷികളുണ്ടാവും. അവരോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകാറില്ലേ? ഓക്കെ, വെരി ഗുഡ്. The secret. That night, Ivan was listening to the song of the nightingale. Now he could understand its meaning. Ivan spoke to the bird in its language. How did you learn our language? Flying towards him, the nightingale asked. Ivan told the whole story to the nightingale. I have a secret to tell you, the bird said. What's it? Ivan asked. The bird whispered the secret in Ivan's ears. Ivan, the merchant called him. The nightingale flew away. Look at the picture. We can see the nightingale on the window pane, and Ivan is standing here, and they are speaking or they are listening. Ivan is listening to the music of the nightingale, and they are speaking. And let us see, that night Ivan was listening to the song of the nightingale. ആ രാത്രി ഇവാന് നൈറ്റിംഗേലിൻ്റെ പാട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. Now he could understand its meaning. ഇപ്പോൾ ഇവാന് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണ്? ഇവാന് പക്ഷികളുടെ ഭാഷ പഠിച്ചു. ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ്. ഇവാൻ പക്ഷികളുടെ ഭാഷയിൽ ഈ നൈറ്റിംഗേലിനോട് സംസാരിക്കുകയാണ്. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? എങ്ങനെയാണ് ഞങ്ങളുടെ പക്ഷികളുടെ ഭാഷ നീ പഠിച്ചത്? ഫ്ലൈങ് ടുവേർഡ്സ് ഹിം, ദ നൈറ്റിംഗേൽ ആസ്ക്ഡ്. അവൻ്റെ അടുത്ത് വന്ന് ജനാലയിൽ ഇരുന്നു കൊണ്ട് നൈറ്റിംഗേൽ ചോദിച്ചു. ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൽ. ഇവാന് മുഴുവൻ കഥയും നൈറ്റിംഗേലിനോട് പറഞ്ഞു. എന്താണ് മുഴുവൻ കഥ എന്ന് പറഞ്ഞാൽ? വിറക് വിറക്കാൻ കാട്ടിൽ പോയത് മുതൽ പക്ഷി കുഞ്ഞുങ്ങളെ രക്ഷിച്ചതും അമ്മ പക്ഷിയുടെ കൂടെ താമസിച്ചതും അങ്ങനെ പക്ഷികളുടെ ഭാഷ പഠിച്ചതും മുഴുവൻ പറഞ്ഞു. യെസ്, ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, ദ ബേർഡ് സെഡ്. അപ്പോൾ ഈ നൈറ്റിംഗേൽ പറയാണ്, എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. വാട്ട്സ് ഇറ്റ്? എന്താണ് രഹസ്യം? ഇവാൻ ചോദിച്ചു. ദ ബേർഡ് വിസ്പേർഡ് ദ സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. രഹസ്യമാണല്ലോ, അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് നൈറ്റിംഗേൽ എന്ത് ചെയ്തു? ആ രഹസ്യം ഇവാൻ്റെ ചെവിയിൽ ഇങ്ങനെ പതുക്കെ മന്ത്രിച്ചു കൊടുത്തു. ഇവാൻ, ദ മെർച്ചന്റ് കോൾഡ് ഹിം. പെട്ടെന്ന് ഇവാനെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ, ക്രൂരനായ മെർച്ചൻ്റ് വിളിച്ചു. ദ നൈറ്റിംഗേൽ ഫ്ലൂ എവേ. ആ ശബ്ദം കേട്ടപ്പോൾ നൈറ്റിംഗേൽ പറന്നു പോവുകയും ചെയ്തു. വാട്ട് കുഡ് ബി ദ സീക്രട്ട് ടോൾഡ് ബൈ ദ നൈറ്റിംഗേൽ? എന്തായിരിക്കും നൈറ്റിംഗേൽ ഇവാനോട് പറഞ്ഞ രഹസ്യം?
കൂട്ടുകാർക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, മനസ്സിലാകുന്നില്ല. ഓക്കെ, ലെറ്റ് us continue the story. A strange prediction. Who were you talking to? The merchant asked. I was talking to a nightingale, Ivan replied. Talking to a nightingale? How can you do that? I have learned the language of birds. The merchant stared at Ivan in disbelief. What were you talking about? Asked the merchant after a moment. Ivan was worried. He spoke in a broken voice. The nightingale said that I would become a king and you would become my servant. നോക്കുക, എ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ. എന്താ സ്ട്രേഞ്ച് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഒരു പ്രവചനം. സി, ഹു ആർ ദേ? ദിസ് ഈസ് ദ മെർച്ചന്റ് ആൻഡ് ദിസ് ഈസ് ഇവാൻ, അല്ലേ? അപ്പം പക്ഷിയോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ടായിരിക്കണം ദ മെർച്ചന്റ് ഇവാൻ്റെ അടുത്ത് വരുന്നത്. ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ദ മെർച്ചന്റ് ആസ്ക്ഡ്. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഇവാൻ റിപ്ലൈഡ്. ഞാനൊരു നൈറ്റിംഗേലിനോട് സംസാരിക്കുകയായിരുന്നു. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, നൈറ്റിംഗേലിനോട് സംസാരിക്കുകയോ? ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അതിന് നിങ്ങൾക്ക് എങ്ങനെ അത് സാധിക്കും, പക്ഷികളോട് സംസാരിക്കാൻ? ഐ ഹാവ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ദ മെർച്ചന്റ് സ്റ്റേഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. അവിശ്വാസത്തോടെ, വിശ്വസിക്കാൻ സാധിക്കാതെ ഈ മെർച്ചന്റ് ഇവാൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. ഓക്കെ, വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? അതുപോട്ടെ, നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ആസ്ക് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മോമെൻറ്റ്. ഒരു നിമിഷത്തെ അന്താളിപ്പിന് ശേഷം മെർച്ചന്റ് ഇവാനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവാൻ വാസ് വറീഡ്. അത് എങ്ങനെ പറയണമെന്ന് ഇവാന് മനസ്സിലാകുന്നില്ല, വളരെ പേടിച്ചിരിക്കുകയാണ്. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. പേടിച്ച് വിറയാർന്ന ശബ്ദത്തിൽ അവൻ പറയുകയാണ്. ദ നൈറ്റിംഗേൽ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. നൈറ്റിംഗേൽ പറഞ്ഞ ഇതാണ്, ഞാൻ ഒരു രാജാവാകും, നിങ്ങൾ എൻ്റെ സേവകനാവും, വേലക്കനാവും എന്നാണ് പറഞ്ഞത്. അതായത് രാപ്പാടി പറഞ്ഞു, ഞാൻ ഒരു രാജാവായി തീരുമെന്നും നിങ്ങൾ എൻ്റെ വേലക്കാരനായി, സേവകനായി തീരുമെന്നുമാണ് നൈറ്റിംഗേൽ പറഞ്ഞതെന്ന് ഇവാന് പേടിച്ച് വിറച്ച് കൊണ്ട ശബ്ദത്തോടെ തൻ്റെ യജമാനോട് പറയുകയാണ്. ഡു യു തിങ്ക് ദ മെർച്ചന്റ് വിൽ ലൈക്ക് വാട്ട് ദ ബേർഡ് സെഡ്? ഈ പക്ഷി പറഞ്ഞ കാര്യം മെർച്ചൻറ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? വിൽ ദ മെർച്ചന്റ് ബി ആംഗ്രി? മെർച്ചൻറ്റിന് ദേഷ്യം വരുമോ? വാട്ട് വിൽ ഹീ ഡു? എന്തായിരിക്കും ഈ മെർച്ചന്റ് ചെയ്യുക? ഇവാൻ ഒരു രാജാവാകുമെന്നും മെർച്ചന്റ് അവൻ്റെ വേലക്കാരനാകുമെന്ന് പറഞ്ഞാൽ മെർച്ചന്റിന് ഇഷ്ടപ്പെടുവോ? കൂട്ടുകാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുവോ? ഇല്ല, തീർച്ചയായും ഇഷ്ടപ്പെടില്ല, അല്ലേ? അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. ഇൻ ടു ദ ഡീപ് സീ. ദ മെർച്ചന്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. One night, the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. He spread the white sails and pushed the boat into the open sea. See, into the deep sea. എന്താണ് into the deep sea എന്ന് പറഞ്ഞാൽ? ആഴക്കടലിലേക്ക്, അല്ലേ? ഓക്കെ, then look at the picture. Who is lying on the boat? ഈ ആരാണ് ഈ ബോട്ടിൽ കിടക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ഇവാൻ. ആൻഡ് ഹു ഈസ് പുഷിംഗ് ദ ബോട്ട്? ആരാണ് ബോട്ട് കടലിലേക്ക് തള്ളിവിടുന്നത്? യെസ്, ഇറ്റ് ഈസ് ദ ക്രൂവൽ മെർച്ചന്റ്. ഓക്കെ, സി, ദ മെർച്ചന്റ് വാസ് വറീഡ് ആൻഡ് റിമെയിൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. മെർച്ചന്റ് ആകെ അസ്വസ്ഥനായി, വിഷമമായി, അദ്ദേഹം ഉറക്കമില്ലാതെ ആഴ്ചകൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്. വൺ നൈറ്റ് ദ മെർച്ചന്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു രാത്രി ഇവാനെ ഉറക്കാൻ വേണ്ടി അവന് ഒരു പാനീയം കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ആര്? നമ്മുടെ ക്രൂരനായ മെർച്ചന്റ്. വെൻ ഇവാൻ ഹാഡ് ഫോൾൻ അസ്ലീപ്, ദ മെർച്ചന്റ് ലേഡ് ഹിം ഓൺ എ ബോട്ട്. ഈ ഡ്രിങ്ക് കുടിച്ച് ബോധം കെട്ട് ഉറങ്ങിപ്പോയപ്പോൾ ക്രൂരനായ ഈ മെർച്ചന്റ് എന്ത് ചെയ്തു? ഇവാനെ ഒരു ബോട്ടിൽ എടുത്ത് കിടത്തുകയാണ്. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. എന്താണ്? അയാൾ ബോട്ടിൻ്റെ വെള്ളക്കപ്പൽ പായ വിരിച്ച് ആ ബോട്ടിനെ കടലിലേക്ക് തള്ളിവിടുകയാണ്, ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? മേ ബി ടു കിൽ അവർ ഇവാൻ.
ഓക്കെ, വാട്ട് വുഡ് ഹാപ്പൻ ടു ഇവാൻ? ഇവാൻ എന്ത് സംഭവിക്കും? കൂട്ടുകാരൻ ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ഇവാൻ സംഭവിക്കുന്നത്? കടലിൽ അകപ്പെട്ട് ഇവാൻ മരിച്ചു പോകുമോ? അതോ somebody will come and save? ആരെങ്കിലും വന്ന് രക്ഷിക്കുമോ? കണ്ടിന്യൂ ദ സ്റ്റോറി. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. For a long time, the boat moved about on the waves and finally hit a large ship. The crew on the ship saw Ivan and felt pity for him. They took him to the ship. Standing on the deck, Ivan looked at the sky. High, very high up in the sky, Ivan saw some cranes. The cranes were predicting a storm. He said to the sailors, "Be careful. I hear the birds predicting a storm. Let's enter a harbor or we will be in danger." "You silly boy, keep quiet," the captain of the ship said. But Ivan requested him again and again. നോക്കുക, in the picture we can see the captain of the ship and Ivan on the top of the ship or on the deck of the ship. For a long time, the boat moved about on the waves and finally hit a large ship. ഏറെ നേരം, കുറേ സമയം ബോട്ട് തിരകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരു വലിയ കപ്പലിൽ ചെന്നിട്ട് ഈ ബോട്ട് ഇടിക്കുകയാണ് അല്ലെങ്കിൽ മുട്ടുകയാണ്. The crew on the ship saw Ivan and felt pity for him. ആ കപ്പലിലെ ജോലിക്കാർ, ക്രൂ എന്ന് പറഞ്ഞാൽ കപ്പൽ ജോലിക്കാർക്കാണ് പറയുന്നത്. ആ കപ്പലിലെ ജോലിക്കാർ ഒരു ബോട്ടിൽ ഈ ഇവാൻ കിടക്കുന്നത് കാണുകയും അവനോട് ദയ തോന്നുകയും ചെയ്തു. They took him to the ship. അവരെന്ത് ചെയ്തു? അവനെ കപ്പലിലേക്ക് വലിച്ചു കയറ്റി. Standing on the deck, Ivan looked at the sky. ആ കപ്പൽ തട്ടിൽ നിന്നുകൊണ്ട് അവന് എന്ത് ചെയ്തു? ഇവാൻ ആകാശത്തേക്ക് നോക്കുകയാണ്. High, very high up in the sky, Ivan saw some cranes. ഉയരത്തിൽ, വളരെ ഉയരത്തിൽ, ആകാശത്തിൽ ഇവാൻ ആരെ കണ്ടു? കുറേ ക്രെയിൻസ്. ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ കൊക്കുകളെ കാണുകയാണ്. The cranes were predicting a storm. കൊക്കുകൾ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്ന് പ്രവചിക്കുകയാണ് പക്ഷികളുടെ ഭാഷയിൽ. He said to the sailors, "Be careful. I hear the birds predicting a storm." അവൻ നാവികനോട് പറഞ്ഞു, അതായത് ഇവാന് ആ കപ്പലിലെ ജോലിക്കാരോട് പറഞ്ഞു, കപ്പിത്താനോട് പറഞ്ഞു, സൂക്ഷിക്കണം, പക്ഷികൾ ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന്. കാരണം ഇവാന് പക്ഷികളുടെ ഭാഷ അറിയാം, അല്ലേ? ഹി നോസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പോൾ ക്രെയിൻസ് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ ഇവാന് ആ കപ്പലിലെ ജോലിക്കാരോട് പറയുന്നത്. "ബി കെയർഫുൾ, ഐ ഹിയർ ദ ബേർഡ്സ് പ്രഡിക്റ്റിംഗ് എ സ്റ്റോം." ഒരു കൊടുങ്കാറ്റുണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ഈ പക്ഷികൾ പറയുന്നതെന്ന് ഇവാന് കപ്പിത്താനോട് പറഞ്ഞു. "ലെറ്റ് us enter a harbor or we will be in danger." നമ്മൾ എന്ത് ചെയ്യണം? ഒരു തുറമുഖത്തേക്ക് നമ്മുടെ കപ്പലിനെ എത്രയും പെട്ടെന്ന് പ്രവേശിപ്പിക്കണം, അല്ലാത്ത പക്ഷം നമ്മൾ അപകടത്തിൽപ്പെടും, കൊടുങ്കാറ്റിൽപ്പെടും, നശിക്കും എന്ന് പറഞ്ഞു. "യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്." മിണ്ടാതിരിക്കടാ, നിനക്ക് വല്ലതും അറിയാവോ? നീ ഒരു കൊച്ചു പയ്യനല്ലേ, ഞങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവമുണ്ട്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്, ആ കപ്പലിൻ്റെ കപ്പിത്താൻ പറഞ്ഞു. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ ഇവാന് വീണ്ടും വീണ്ടും അവരോട് കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ അഭ്യർത്ഥിച്ചു കൊണ്ടേയിരുന്നു. വൈ ഡിഡ്ന്റ് ദ ക്യാപ്റ്റൻ ലിസൺ ടു ഇവാൻസ് വേർഡ്സ്? എന്തുകൊണ്ടാണ് ആ കപ്പിത്താന് ഇവാൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കാത്തത്? ഇവാൻ ഈസ് എ സ്മോൾ ബോയ്, അല്ലേ? അതുപോലെ ഇവാൻ ടോൾഡ് ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ ഭാഷ എനിക്കറിയാമെന്നാണ് ഇവാൻ പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? നോ. അതുകൊണ്ടായിരിക്കാം കപ്പിത്താന് ഇവാൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാത്തത്. വിൽ ദ സ്റ്റോം ബ്രേക്ക് ഔട്ട്? വൈ? കൊടുങ്കാറ്റ് ശരിക്കും അവിടെ ഉണ്ടാവുമോ? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് കഥയൊന്നുകൂടെ വായിക്കാം. The storm. At last the captain steered the ship to the shore and anchored it. Within a short time, a storm broke out. Huge waves rose up to the sky. The wind roared. They saw huge waves breaking, many ships sailing in the sea. "You saved our lives," the captain thanked Ivan. Look at the picture.
The captain and Ivan are standing on the deck of the ship and look at the sea. Huge waves are rising and boats are breaking. Waves are breaking many small boats and ships. Okay. At last, the captain steered the ship to the shore and anchored it. അവസാനം കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? കപ്പലിനെ തുറമുഖത്തേക്ക് തീരത്തേക്ക് അടുപ്പിച്ചു. അവിടെ നങ്കുരമിട്ടു. ആങ്കേർഡ് ഇറ്റ്. കപ്പൽ നിർത്തുന്നതിനാണ് ആങ്കേർഡ് ഇറ്റ്. നങ്കുരമിട്ട് നിർത്തുക എന്ന് പറയും. വിത്തിൻ എ ഷോർട്ട് ടൈം, വളരെ പെട്ടെന്ന്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. ശക്തമായ കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോസ് അപ് ടു ദ സ്കൈ. കൂറ്റൻ തിരമാലകൾ ആകാശം മുട്ടെ ഇങ്ങനെ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ദ വിൻഡ് റോർഡ്. കാറ്റ് ശക്തമായി ഗർജിക്കാൻ തുടങ്ങി. ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. എന്താണ്? കടലിൽ കൂടി സഞ്ചരിച്ചിരുന്ന നിരവധി കപ്പലുകളും ബോട്ടുകളുമെല്ലാം തിരമാലകളാൽ തകർന്നു വീഴുന്നത്, പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് അവർ കണ്ടു. യു സേവ്ഡ് അവർ ലൈഫ്സ്. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ദ ക്യാപ്റ്റൻ താങ്ക് ഇവാൻ. ആ ക്യാപ്റ്റൻ ഇവാനോട് നന്ദി പറയുകയാണ്, ഞങ്ങളെല്ലാവരെയും ഈ അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. ദ സ്റ്റോം ഡിസ്ട്രോയ്ഡ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. അല്ലേ? കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല കപ്പലുകളെയും ബോട്ടുകളെയെല്ലാം ആ കൊടുങ്കാറ്റ് നശിപ്പിച്ചു കളഞ്ഞു. ഹൗ ഡസ് എ സ്റ്റോം അഫക്റ്റ് എ ഷോർ? എങ്ങനെയാണ് കൊടുങ്കാറ്റ് ഒരു തീരത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മോശമായ രീതിയിൽ ബാധിക്കുന്നത്? കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ശക്തമായ കൊടുങ്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം തകർന്നു പോകും, വാഹനങ്ങളെല്ലാം നശിക്കും. കൂട്ടുകാർ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സിനിമയിൽ അങ്ങനെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നാശീകരണ സ്വഭാവമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന ഈ കഥയുടെ ഇതുവരെയുള്ള ഭാഗം കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് ഭാഗവും കൂട്ടുകാർ മറക്കാതെ കാണണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഈ കഥ പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.